നമസ്കാരം. അൾട്രാഗാർഡിൻ്റെ പ്രേക്ഷകരോട് ഇന്നെനിക്ക് പറയാനുള്ളത് അറിഞ്ഞിരിക്കേണ്ട ഒന്ന് രണ്ട് അത്യാവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതിലൊന്ന് സുപ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ളത്, വീട് പണി കഴിഞ്ഞ് ചിലപ്പോൾ 2 വർഷമോ 3 വർഷമോ അതല്ലെങ്കിൽ 5 വർഷമോ 10 വർഷമൊക്കെ കഴിഞ്ഞ് വീടുകളിലൊക്കെ ഒരുപാട് ചെതലിൻ്റെ വിഷയങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ ചിതലിൻ്റെ ഒരു വിഷയം വരുമ്പോൾ കട്ടില ജനലിലൊക്കെ ഭാഗികമായിട്ട് ചെതൽ കാണുന്നുണ്ട്. ഭാഗികമായിട്ട് പല ഭാഗങ്ങളും ഡാമേജ് വരുമ്പോൾ നിങ്ങൾ ഒരു കോൺട്രാക്ടറെ വിളിച്ചിട്ട് ഒരു കാർപ്പൻ്ററെ വിളിച്ച് കാണിച്ചു കൊടുക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം എന്താണ്, അത് മാറ്റണം, ആ ഭാഗം മാറ്റണം, അല്ലെങ്കിൽ ആ കട്ടില മാറ്റിയതിന് ശേഷം അവിടെ നമുക്ക് റീപ്ലേസ് ചെയ്യണം അടുത്തത് എന്നുള്ളതാണ്. എൻ്റെ അൾട്രാഗാർഡിൻ്റെ പ്രിയപ്പെട്ട എന്നെ വിശ്വസിക്കുന്ന കമ്പനീനെ സ്നേഹിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് മാറ്റേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. നമുക്ക് റീപ്ലേസ് ചെയ്യാതെ തന്നെ അത് പരിപൂർണമായിട്ടും അതിൻ്റെ ആ ഒരു ഡാമേജ് വന്ന ഭാഗങ്ങളിൽ മെഡിസിൻ അത് കംപ്ലീറ്റ് കുത്തിയെടുക്കും. നമ്മൾ ഡ്രില്ല് ഉപയോഗിച്ചിട്ട് കംപ്ലീറ്റ് ആ ഡാമേജുകൾ കംപ്ലീറ്റ് എടുത്തതിൻ്റെ ശേഷം അതിൽ മെഡിസിൻ കൊടുത്ത് നമ്മൾ പഴയതുപോലെ ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഫില്ലിങ് ചെയ്തതിന് ശേഷം ബോഡി ഫില്ലർ വെച്ച് ചെയ്യും, അതല്ലെങ്കിൽ കോൺക്രീറ്റ് വെച്ച് ചെയ്യും, വൈറ്റ് സിമെൻറ്റ് വെച്ചിട്ട് ചെയ്യും. പല രീതികളിലാണ്. ഡാമേജിൻ്റെ ഡീപ്പ് എത്രമാത്രമാണോ അതിനനുസരിച്ചാണ് ഇത് ഫില്ല് ചെയ്യുന്നത്. ദെൻ നമ്മൾ അത് ഫില്ല് ചെയ്തതിൻ്റെ ശേഷം അത് പെയിൻറ്റിങ് ചെയ്ത് കഴിഞ്ഞാൽ അതറിയത്തില്ല എവിടെയാണ് ഇതിൻ്റെ ഫില്ലിങ് എന്നുള്ളത് അറിയത്തില്ല. ഒരു കട്ടിലാജനിൽ ചെതൽ പിടിച്ച് നശിപ്പിച്ച് അല്ലെങ്കിൽ മാറ്റുക ഉണ്ടാകുമ്പോൾ എൻ്റെ ഉപഭോക്താക്കൾ അൾട്രാഗാർഡിനെ കേൾക്കുന്നവർ മനസ്സിലാക്കേണ്ടത്, ഈ കുറുമ്പടികളിലൊക്കെ കംപ്ലീറ്റ് ഭിത്തിയിലോട്ട് ആഴത്തിൽ ഇറങ്ങി ചെന്നിട്ടുണ്ട്. കോൺക്രീറ്റ് കട്ടർ ഉപയോഗിച്ചിട്ട് അത് നമ്മൾ കുത്തിയെടുത്ത് അത് റീപ്ലേസ് ചെയ്യുമ്പോൾ ചുമരിന് ഭാഗികമായിട്ട് ഡാമേജ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ ചിലവിൽ തന്നെ ഈ ചെലവ് പിടിച്ച് ഡാമേജ് ആയിട്ടുള്ള ഭാഗങ്ങൾ കംപ്ലീറ്റ് ക്ലിയർ ചെയ്തിട്ട് നമ്മൾ അത് പഴയതുപോലെ തന്നെ 10 വർഷ ഗ്യാരണ്ടിയോടെ നമ്മളത് ചെയ്തു കൊടുക്കുകയാണ്. ഇത് പലർക്കും അറിയില്ല. പലരും നമ്മളെ സമീപിക്കുന്ന പലരും കോൾ വരുമ്പോഴൊക്കെ പറയും, സാറേ 3 എണ്ണം മാറ്റാനായിട്ടുണ്ട്, 2 കട്ടില മാറ്റാനായിട്ടുണ്ടെന്ന് പറയാറുണ്ട്. ഞങ്ങൾ പല സൈറ്റുകളിലും ചെല്ലുമ്പോഴും പറയും അത് മാറ്റേണ്ട കാര്യമില്ല, ഞങ്ങൾ ആദ്യം സൈറ്റ് വിസിറ്റ് ചെയ്യട്ടെ എന്നുള്ളതാണ് പറയാറുള്ളത്. അതുകൊണ്ട് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളെല്ലാവരും മനസ്സിൽ വെക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.